ഇന്ന് നമുക്ക് ചീരത്തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ചീര നല്ലതുപോലെ കഴുകി വെള്ളം തോരാൻ വേണ്ടി വെക്കുക. വെള്ളയീർപ്പം മാറ്റിയതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ അതൊട്ടും തന്നെ കുഴയാതെ നമുക്ക് തോരൻ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് വീട്ടിൽ തന്നെ നട്ടുപിടിപ്പിച്ച ചീരയാണ്. അതിൽ അധികം മൂത്ത തണ്ടൊന്നും തന്നെയില്ല. ചീര വാടി കഴിയുമ്പോൾ വളരെ കുറച്ച് മാത്രമേ കാണുകയുള്ളൂ. അതുകൊണ്ട് ഞാനിവിടെ ഒരു സവാള കൂടി ചെറുതായി അരിഞ്ഞെടുക്കുന്നുണ്ട്. സവാള നന്നായി ചോപ്പ് ചെയ്ത് വെക്കുക. അതുപോലെ കട്ടിയുള്ള തണ്ടുണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ ചോപ്പ് ചെയ്ത് വെക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ ഒരു അരക്കപ്പ് തേങ്ങയും അതിൽ 2 ചെറിയ ഉള്ളിയും 1 വെളുത്തുള്ളിയും 1/4 ടീസ്പൂൺ ജീരകവും 2 വറ്റൽ മുളകുമാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറുതായി ഒന്ന് ചതച്ചെടുക്കുക. ഒരുപാടങ്ങ് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇനി അടുത്തതായി ഒരു ചുവട് കട്ടിയുള്ള പാൻ അടുപ്പിൽ വയ്ക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. തോരനൊക്കെ തയ്യാറാക്കുമ്പോൾ നാടൻ വെളിച്ചെണ്ണ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, സൺഫ്ലവർ ഓയിലിനേക്കാൾ. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് എടുക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു വറ്റൽ മുളക് 2ആയി മുറിച്ച് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ഉഴുന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കരിയുന്നതിന് മുന്നേ തന്നെ നമ്മൾ കറിവേപ്പിലയും അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചേർത്ത് നന്നായി വഴറ്റുക. നിങ്ങളെടുത്ത ചീരയിൽ കട്ടിയുള്ള തണ്ടുണ്ടെങ്കിൽ ആ തണ്ട് ചെറുതായി അരിഞ്ഞതും ഈ സവാളയോടൊപ്പം ഇപ്പം ചേർത്ത് വഴറ്റേണ്ടതാണ്. സവാള നന്നായി സോഫ്റ്റായി കഴിയുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയും അതുപോലെ തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ടും ഇതിലേക്ക് ചേർത്ത് 1 മിനിറ്റ് അടച്ച് വയ്ക്കുക. 1 മിനിറ്റ് കഴിഞ്ഞ് തുറന്നതിന് ശേഷമാണ് ഞാനിതിൽ ഉപ്പ് ചേർക്കുന്നത്. അല്ല എങ്കിൽ ആദ്യമേ ചേർത്താൽ ഉപ്പ് കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. ഞാനിതിൽ ഉപ്പ് ചേർക്കുന്ന വീഡിയോ മിസ്സായിട്ടുണ്ട്. അടപ്പ് തുറന്ന് 1 മിനിറ്റ് കഴിഞ്ഞ് അടപ്പ് തുറന്ന് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് പിന്നും 1 മിനിറ്റ് അടച്ച് വയ്ക്കുക. അതിനുശേഷം തുറന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇലക്കറികൾ അധികം വേവിക്കേണ്ടതില്ല. ലോ ഫ്ലെയിമിൽ തന്നെ ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇലക്കറികൾ ആഴ്ചയിൽ 1 ദിവസമെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. 1 മിനിറ്റ് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ചീരത്തോരൻ ഒട്ടും കുഴയാതെ തന്നെ റെഡിയായി നമുക്ക് കിട്ടുന്നതാണ്.